കൃഷി ഇല്ല, കൃഷി ഓഫീസറില്ല, ചെറുകര പഞ്ചായത്ത്, ചെറുകര വില്ലേജ്, അവർ യാതൊരു പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല. പറ്റിയും വെട്ടിപ്പോ അല്ലാതെ ഇവിടെ കൃഷി എന്നുള്ളതില്ല, ഒരു ഭാഗത്തും യാതൊരുവിധ കർഷകന് ആനുകൂല്യം ഇല്ല. കർഷകരുടെ സബ്സിഡി ഫണ്ട് വകമാറ്റിയതായും മോട്ടോറുകൾ മാറ്റിയതായും ആക്ഷേപം. ഏല സമിതിക്കെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കർഷകരുടെ പരാതി. ചിറക്കര ഗ്രാമപഞ്ചായത്തിലെ പോളച്ചിറയിലയിൽ സാമ്പത്തിക ക്രമക്കേടും കൃഷി സാമഗ്രികളുടെ ദുരുപയോഗവും നടന്നതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും മതിയായ രേഖകൾ സമർപ്പിച്ചിട്ടും നടപടികൾ വൈകുന്ന സാഹചര്യത്തിൽ കർഷകർ ഇപ്പോൾ മുഖ്യമന്ത്രി, സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് വിജിലൻസ് ഡയറക്ടർ എന്നിവരെ നേരിട്ട് സമീപിച്ച് പരാതി സമർപ്പിക്കുകയാണ്. 2024-2025 വർഷത്തെ കതിർമണി പദ്ധതി പ്രകാരം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 5,60,000 രൂപയും ചിറക്കര പഞ്ചായത്തിന്റെ 2,29,000 രൂപയും ഉൾപ്പെടെയുള്ള സബ്സിഡി തുക അർഹരായ കർഷകർക്ക് നൽകാതെ ഭാരവാഹികൾ വകമാറ്റിയെന്നാണ് പ്രധാന ആക്ഷേപം. കർഷകർക്ക് കൊടുക്കേണ്ട സബ്സിഡി പൈസ കൃഷി ഓഫീസറും ഏല സമിതി ഭാരവാഹികളും ചേർന്ന് 7 ലക്ഷം രൂപ അടിച്ചു മാറ്റിയുണ്ടായി. എന്നാൽ ഈ ഏല സമിതിക്ക് യാതൊരുവിധ സാമ്പത്തിക ചെലവ് ഈ വർഷം ഉണ്ടായില്ല. മുൻകാലങ്ങളിൽ പഞ്ചായത്താണ് വെള്ളം വറ്റിച്ച് കർഷകർ കൃഷി നടത്തിക്കൊണ്ടത്. എന്നാൽ ഇപ്രാവശ്യം പ്രത്യേക സാഹചര്യങ്ങളിൽ പുഞ്ച സ്പെഷ്യൽ ഓഫീസർ വഴി ലേലം ചെയ്താണ് ഈ വെള്ളം വറ്റിക്കൽ പ്രക്രിയയ്ക്ക് കൊടുത്തത്. ലേലം കൊണ്ട രാമേന്ദ്രൻപിള്ള എന്ന ആളുടെ പേരിലാണ് ലേലം കൊണ്ടിട്ടുള്ളത്. 1 ഹെക്ടറിന് 1,700 രൂപ ക്രമത്തിലാണ് വെള്ളം വറ്റിക്കുന്നതിന് ലേലം കൊണ്ടത്. എന്നാൽ ലേലക്കാർ ലേലം ചെയ്ത സമയം തെറ്റി ലേലം ചെയ്താൽ യഥാർത്ഥ കർഷകരാരും കൃഷി ചെയ്തില്ല. കർഷകർ മാത്രമേ കൃഷി ചെയ്തുള്ളൂ. അത് പ്രകാരം കോൺട്രാക്ടർക്കുണ്ടായ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയാണ് ഏല സമിതിയും കൃഷി ഓഫീസറോട് ചേർന്ന് ഈ 7.5 ലക്ഷം രൂപ അഴിമതി നടത്തിയിട്ടുള്ളത്. കൂടാതെ ചിറക്കര ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള പമ്പ് ഹൗസിൽ നിന്ന് 3 മോട്ടറുകൾ ഏല സമിതിയുടെ നേതൃത്വത്തിൽ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുള്ളതാണ്. എന്നാൽ ഈ മോട്ടറുകൾ നാളിതുവരെയായി കൊണ്ടുവന്നിട്ടില്ല. ചിറക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും കഴിഞ്ഞ മാസം 28-ാം തീയതി ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയുണ്ടായി ചിറക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. എന്നാൽ നാളിതുവരെയായി പോലീസ് അന്വേഷണം നടത്തുകയോ ഈ മോട്ടോർ സ്ഥലത്ത് പോയി തിരക്കുകയോ ചെയ്യാതെ. കൂടാതെ ഏലയിലെ വെള്ളം വറ്റിക്കൽ സ്ഥാപിച്ചിരുന്ന വടക്കേ പമ്പ് ഹൗസ് 3 മോട്ടോറുകളും ദുരൂഹ സാഹചര്യത്തിൽ മാറ്റുകയും ഇവ മറ്റാവശ്യങ്ങൾക്കായി നൽകി സാമ്പത്തിക ലാഭമുണ്ടാക്കിയതായും കർഷകർ ആരോപിക്കുന്നു. ഇതുമൂലം വരാനിരിക്കുന്ന പുഞ്ചകൃഷി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. പരാതിക്കാരന്റെ വാക്കുകളിലേക്ക്. ഈ 7,60,000 രൂപ ജില്ലാ പഞ്ചായത്തും ചിറക്കര പഞ്ചായത്തും കൂടെ അനുവദിച്ച സബ്സിഡി പൈസയായിട്ട് കർഷകർക്ക് വേണ്ടി അനുവദിച്ചിരുന്നു. ഈ 7,60,000 രൂപ മാർച്ച് മാസത്തിന് മുമ്പേ കർഷകർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നതാണ്. മാർച്ച് മാസം കഴിഞ്ഞു കൃഷി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് മാസത്തിലാണ് കൃഷി എടുക്കാൻ സമയമായി. ഏപ്രിൽ മെയ് ആ സമയത്താണ് ഒരു മഴ തുടങ്ങിയത്. 2024 ഏപ്രിൽ മെയ് മാസത്തിൽ മഴ തുടങ്ങി. ഈ മഴ തുടങ്ങിയ സാധാരണ ഒരു 2-3 ദിവസം കൊണ്ട് വെള്ളം അങ്ങ് ഇറങ്ങി പോകാറാണ് പതിവ്. ഇത് വെള്ളം ഇറങ്ങി പോകാൻ സമ്മതിച്ചില്ല. ഈ പമ്പ് ഹൗസിനോട് ചേർന്ന് വലിയ പൊക്കത്തിൽ തിട്ട പോലെ കിട്ടി വെള്ളം തുറന്നു വിടാതെ മൊത്തം അങ്ങ് അടച്ചു വെച്ചിരുന്നു. അപ്പം അതിനകത്ത് കിടന്ന കൃഷി മൊത്തം അങ്ങ് നശിച്ചു. ഒരു 10-15 ദിവസം തുറന്നു വയ്ക്കാതെ. എന്നിട്ട് ഇവർ ചെയ്തതെന്താ? കൃഷിനാശത്തിന് യാതൊരു ആനുകൂല്യത്തിനും പോയില്ല. ഈ കർഷകർക്ക് അനുവദിച്ച പൈസ അങ്ങ് എടുത്തു. ഈ കൃഷിനാശത്തിന് അപേക്ഷ കൊടുത്തെങ്കിലേ പൈസ കിട്ടുള്ളൂ. ഏല സമിതി എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ കൃഷിനാശത്തിന് കൊടുത്ത പൈസ കൃഷിക്കാർക്ക് കൊടുത്ത സബ്സിഡി പൈസ എടുത്തങ്ങ് അവരങ്ങ് ചിലവാക്കി തിന്നിട്ട് കൃഷി ഓഫീസറുമായിട്ട് ചേർന്നൊരു ധാരണ. ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ 7,60,000 രൂപയും അവരങ്ങ് തിന്ന്. 100 ഏക്കർ പോലും ചെയ്യില്ല, 65 ഏക്കറിലാണ് ചെയ്തത്. കൃഷി ചെയ്തിട്ട് 7.5 ലക്ഷം രൂപ അങ്ങ് അടിച്ചു മാറ്റി. ഇതെല്ലാം പോയിട്ടും അതെടുത്തോണ്ട് പോട്ട് ഇത് കാലാകാലങ്ങൾ ഇവിടെ തുടരുന്നതാണ്. ഇങ്ങനെ ഒരു സമിതി ഉണ്ടാക്കുക, മോട്ടിച്ച് തിന്നുക, ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇപ്പം ഈ പ്രാവശ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ്. ഈ 40-50 ഏക്കർ ചെയ്തിട്ട് 7.5 ലക്ഷം രൂപ കൃഷിക്കാർക്ക് കൃഷി ചെയ്ത പാവപ്പെട്ടവർക്ക് കൊടുത്തില്ല. ഞാനും ഉൾപ്പെടെ അധികം വരും. എനിക്കും 2 ഏക്കറുണ്ട്. ഞാനും 1 ഏക്കർ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്കും 14,000 രൂപ അനുവദിച്ചായിരുന്നു. എന്നിട്ട് എൻ്റെ ഒരു 3,000 രൂപ മേടിച്ചവർ ആ പൈസയിൽ 2,000 രൂപ തിരിച്ചും തന്നു. എന്നിട്ട് പറയണം കർഷകരിൽ നിന്ന് മേടിച്ച് പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇവരൊക്കെ എല്ലാവരും അങ്ങ് ഭയങ്കര പൊട്ടിഘോഷിക്കുക. കർഷകരിൽ നിന്ന് മേടിച്ച പൈസ ഞങ്ങളങ്ങ് തിരിച്ചു കൊടുത്തത്. കർഷകരിൽ നിന്ന് മേടിച്ച എന്നിട്ട് നെൽവിത്ത് മേടിക്കാനായിട്ട് കൊടുത്ത പൈസയാണ് തിരിച്ചു കൊടുത്തത്. അവർ മേടിച്ച് ഇവരാരും പൂട്ടുകയോ ട്രാക്ടർ ഇറക്കുകയോ രാസവളം ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല.
എന്നിട്ട് ആ കണക്കും പ്രകാരം ഇപ്പം ഞാൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പം ബണ്ട് വെട്ടി, രാസവളം ഇട്ട്, ചാണകം ഇട്ട്, മരുന്നടിച്ച്, കറണ്ട് ചാർജൊക്കെ കുടിശ്ശിയായി കിടക്കുകയാണ്. ഒരു പൈസ അടച്ചിട്ടില്ല. അത് മൊത്തം കിടക്കുമ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇത് ഇത്രയും രൂപ അടച്ച് 7.5 ലക്ഷം രൂപ തീർന്നു, ഇനി 2-3 ലക്ഷം കൂടെ ഇങ്ങോട്ടാ. ഇവിടെ യഥാർത്ഥത്തിൽ വെള്ളം പറ്റിപ്പിന് മാർച്ച് മാസത്തിന് മുമ്പ് തന്നെ വെള്ളം പറ്റിച്ച് കഴിഞ്ഞ് കൃഷി ഇറക്കി കൊയ്യാൻ പരുവായി. ഏതാണ്ട് കൊയ്ത്തിന് കാലഘട്ടമായി, നെല്ലൊക്കെ പരുവായി. അതിന് ശേഷമാണ് മോട്ടർ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അന്ന് മോട്ടർ യഥാർത്ഥത്തിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യവുമില്ല. 3 മോട്ടർ എടുത്തുകൊണ്ട് പോയേക്കണം. ആ 3 മോട്ടറിന്റെ ഞാൻ പഞ്ചായത്തിൽ തിരക്കിയപ്പോൾ 90,000 രൂപ കൊടുത്ത് നന്നാക്കി വെച്ചിരുന്ന ഒരു മോട്ടർ ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ നിന്ന് ഓടുന്നത്. ഈ 3 മോട്ടർ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. ഇത് അവർക്ക് അധികാരമില്ല. പഞ്ചായത്തിന്റെ എല്ലാ സമിതിയിൽ നിന്ന് കൃഷി ഓഫീസറെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അന്വേഷണം വരേണ്ട കൃഷി ഓഫീസർ ചെല്ലേണ്ട അന്വേഷണമാണ് വേണ്ടത്. അങ്ങനെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇത് നടത്തിയത് ആരാണെന്ന് വ്യക്തമാകും. പറയാതെ കൊണ്ടുപോയത് മോഷണമല്ലേ അത്? ഇത് മോഷണമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ അതൊക്കെ തന്നെ പരാതി കൊടുക്കണം പോയെന്ന് പറഞ്ഞു. പരാതി കൊടുത്തിട്ട് പറയാണ്ട് ഇപ്പോൾ 1 വർഷമായി. മോട്ടറും തിരിച്ചു വന്നിട്ടില്ല, ഒരു അന്വേഷണവും ഇല്ല. പ്രാദേശികമായുള്ള അന്വേഷണങ്ങളിൽ കൃത്യമായ നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ കൃഷി വകുപ്പ് വിജിലൻസിനെ കൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരായ സമിതി ഭാരവാഹികൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നും നിലവിലെ സമിതി പിരിച്ചുവിട്ട് കൃഷിഭവൻ നേരിട്ട് മേൽനോട്ടം വഹിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.